ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇന്നതാ ഞാനിവിടെ ഞങ്ങളുടെ ഒരു വീക്കെൻഡിലെ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് വന്നിരിക്കണേ. സത്യം പറഞ്ഞ വീക്കെൻഡ് ആയാൽ ഞങ്ങൾ മോർണിംഗ് കാണാറില്ല, അതുകൊണ്ടാണ് ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ആയിപ്പോയി. നാസി ജുമ്മക്ക് പോയ ടൈമിൽ ഞാൻ ലഞ്ചിന്റെ പ്രിപ്പറേഷനും കഴിഞ്ഞതാ അക്കൂറി ഒന്ന് സെറ്റാക്കി എടുക്കാം. ഇതിന്റെ മുമ്പായിട്ട് ക്ലീൻ ചെയ്തപ്പോ ഒരു മീൻ ചത്തുപോയിരുന്നു കേട്ടോ. ഇപ്പൊ ഇത് ക്ലീൻ ചെയ്യാൻ നിൽക്കുമ്പോഴും എനിക്കറിയില്ല ഇതിന്റെ മറ്റേ മീനും ചാവാനായി. അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോ അതും ചത്തുപോയിക്കണം കേട്ടോ. ചൂടോണ്ടായിരിക്കും എന്റെ 2 മീനും ഇപ്പൊ ചത്തുപോയിട്ടുണ്ട്. ഇനിയിപ്പോ അതൊക്കെ പുതിയ മീനുകളൊക്കെ കിട്ടിയിട്ട് വേണം. അക്വരത്തിന്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോ നാസി ജുമ വിട്ടു. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കായിരുന്നു. ഫ്രൈഡേ സ്പെഷ്യൽ ആയിട്ട് ഞങ്ങൾ നെയ്ച്ചോറും ചിക്കൻ കറിയും ഒക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടാക്കിയിരുന്നത്. ഇന്ന് ഫുഡ് സെർവ് ചെയ്തതിന് നാസി ആയിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഇത്ര ഗെറ്റപ്പിലൊക്കെ. അങ്ങനെതാ നല്ല പോലെ ഫുഡും കഴിച്ചിട്ട് നല്ലൊരു ഉറക്കവും പാസ്സാക്കി. ഈവനിങ് ഒക്കെ ആയപ്പോ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കഴിക്കാന്ന് കരുതി. ഞങ്ങൾ ഇവിടെ പഴുത്ത മാങ്ങ മേടിക്കൽ കുറവാണ് കേട്ടോ. കൂടുതലും ഇങ്ങനെ ചെനച്ച മാങ്ങ മേടിക്കല്. നാസിക്ക് കൂടുതലും ഇഷ്ടം അതാണ്. ഇങ്ങനെ ചെനച്ച മാങ്ങ മേടിച്ചിട്ട് അതിൽ ഉപ്പും മുളകൊക്കെ ഇട്ട് കഴിക്കാനാണ് നാസിക്ക് ഇഷ്ടം. ഈ മാങ്ങക്ക് കുറച്ച് മധുരം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഉപ്പും മുളകൊന്നും ഇടാതെ തന്നെ കഴിച്ചൊക്കെയായിരുന്നു. അങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതാ കുറച്ച് ചെറി കൂടി എടുത്തോട്ടോ. എനിക്ക് ഈ ചെറി, സ്ട്രോബെറി, ബ്ലൂബെറി, മൾബെറി ഈ വക ബെറി ഐറ്റംസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നോർമലി ചെറി ഭയങ്കര പുളിയാണ്, ഈ ചെറി നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മധുരം മാത്രമല്ല നല്ല പിഗ്മെന്റഡും ആയിരുന്നു. ഞാനിത് ലിപ്പിലും ചീക്കിലൊക്കെ ടിൻറ്റാക്കി യൂസ് ആക്കിയിരുന്നു. നല്ല പോലെ പെർഫെക്ഷൻ തന്നെ കിട്ടിയിരുന്നു കേട്ടോ. അങ്ങനെ നൈറ്റിൽ 9:30-10 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങളൊന്ന് പുറത്തിറങ്ങി. ഇപ്പൊ ചൂടായതുകൊണ്ട് പകല് പുറത്തിറങ്ങണില്ല, നൈറ്റ് ആവാൻ വെയിറ്റിംഗാ. ടൈം അത്ര ആയതുകൊണ്ട് തന്നെ ഡിന്നർ കഴിച്ചിട്ട് ബാക്കി പരിപാടി നോക്കാന്ന് കരുതി. റാക്കേലില്ല ബിലാദ് ഷാം റെസ്റ്റോറന്റ് കട്ട ഞങ്ങൾ ഡിന്നറിന് വന്നിരുന്നേ. ജിയും താത്തിയും ലീനുമോളും എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഡിന്നറിനില്ല കട്ട വെയിറ്റിംഗ് ആണ് ഈ കാണുന്നത്. അങ്ങനെ ഫുഡ് ഓരോന്നൊക്കെ ആയിട്ട് ഇവിടെ എത്തി തുടങ്ങിയിട്ടോ. എനിക്ക് വലിയ ഇഷ്ടമല്ല, സാലഡ് ആയിട്ട് ആയതുകൊണ്ടാവാം എനിക്ക് വല്ലാണ്ട് പോവില്ല. അതിന് ഇതുപോലത്തെ ഒരു കിഴി കിട്ടിയപ്പം അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഞാന് ആ ഒരു ബൈറ്റേ എനിക്ക് ഓർമ്മയുള്ളൂ, ബാക്കിയൊക്കെ ഞാൻ തുപ്പിക്കളഞ്ഞു. ഗ്രേപ്പിന്റെ ലീഫില് റൈസിന്റെ എന്തോ ഒരു ഐറ്റം റോൾ ചെയ്തെടുത്ത ഒരു ഡിഷ് ആയിരുന്നു കേട്ടോ. അതിന് പിന്നെ ഉപ്പിലിട്ട എന്തോ ഒരു ഐറ്റത്തിന്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് എന്തായാലും അത് ഇഷ്ടമായിട്ടില്ല, ഞാൻ അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചേക്കണേ. അങ്ങനെ തന്നെ നമ്മുടെ മെയിൻ ഐറ്റം ഇവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങള് ബ്രോസ്റ്റഡും അൽഫാമും ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിരുന്നത്. ഇവിടുത്തെ കുബൂസിന് ഒരു വെറൈറ്റി ടേസ്റ്റ്. ഇത് ഇവിടെ തന്നെ ഉണ്ടാക്കണോണ്ടാവാം നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ നാസിത ഫുഡൊക്കെ കഴിച്ചിട്ട് എഴുന്നേക്കൽ തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ഫ്രഷപ്പ് ഒക്കെ ആയിട്ട് നേരെ ദഹ്റാൻ മാളിൽ കട്ട വിട്ടത്. സാക്കോ വേൾഡ് എന്നാണ് കേട്ടോ ഈ മാളിന് പേര് വരുന്നത്. ദമാമിൽ വന്നിട്ട് ഇതുവരെ ഞാൻ ഈ ഒരു മാളിക്ക് പോയിട്ടില്ല. ഫസ്റ്റ് ആയിട്ട് ഇതാ ഇന്നാണ് പോകുന്നത്. ആഷിച്ചവിടെ എത്തിയത് ഞാൻ ഈ സഫോറയിൽ കയറാനായിരുന്നു. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോക്ക് എനിക്ക് വേണ്ട ഷോപ്സ് ഒക്കെ ഇവിടെ ക്ലോസ്ഡ് ആണ്. അപ്പോൾ ആ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇനിയിപ്പോൾ എന്താ ഇവിടേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങി കാണുക, അത്രേനേ ഉള്ളൂ. അങ്ങനെ മൂവി ഏതൊക്കെ ഉണ്ട് എന്നൊക്കെ നോക്കി ഞങ്ങൾ അവിടുന്ന് ബൈ ബൈ പറഞ്ഞു. ഇവിടെ ഈ ഒരു സ്റ്റാർബക്സ് മാത്രമായിരുന്നു ഓപ്പൺ ആയിട്ടുള്ളായിരുന്നു. കൊടും ചൂടായതുകൊണ്ട് നല്ല പോലെ ക്ഷീണം ഉണ്ടായിരുന്നു. റൂമിൽ എത്തിയപ്പോൾ തന്നെ ഞാൻ തണുത്തൊരു ലെമൺ സോഡ അടിക്കാന്ന് കരുതി. ഇവിടെ ഹ്യൂമിഡിറ്റി കൂടുതലായതുകൊണ്ട് ചൂട് സഹിക്കാൻ കഴിയില്ല. രാത്രിയെ ഇങ്ങനെ, അപ്പോൾ പകലത്തെ കാര്യം പറയണ്ടല്ലോ. പകല് ഞാൻ പുറത്തിറങ്ങാത്തതുകൊണ്ട് ആ നേരത്തെ ചൂടിന്റെ പവർ ഞാൻ അറിഞ്ഞിട്ട്. പകല് ഈ അവസ്ഥയാണെങ്കിൽ രാത്രിന്റെ കാര്യം നമുക്കൊന്ന് ചിന്തിക്കാലോ. അങ്ങനെ ഈ ഒരു നാരങ്ങ സോഡയിൽ ഞങ്ങളൊരു വീക്കെൻഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ.